അഞ്ച് പതിറ്റാണ്ടുകൾ ചരിത്രത്തിന്റെ നാൾവഴികളിൽ ഒരുപക്ഷെ വളരെ ചെറിയൊരു കാലഘട്ടം മാത്രമാവാം. എന്നാൽ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ദീപ്തമായ ചരിത്രമുറങ്ങുന്ന ഒരു വലിയ കാലഘട്ടം തന്നെയാണത്. കഠിനാധ്വാനത്തിന്റെയും ത്യാഗനിർഭരതയുടെയും ചരിത്രസ്മരണകൾ ഉണർത്തുന്ന സംഭവബഹുലമായ ഒരു കാലഘട്ടം. പ്രസിദ്ധനായ ഒരു ബിഷഗ്വരൻ എന്നതിലുപരി തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയും ആതുര സേവകനുമായിരുന്ന ഡോക്ടർ അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായിരുന്ന ഡോക്ടർ എം.എ. അബ്ദുള്ള സാഹിബ്, ഡോക്ടർ മുഹമ്മദ് കുട്ടി സാഹിബ് എന്നിവരുൾപ്പെടെ 7 മഹത് വ്യക്തികൾ ചേർന്ന് 1964 ഒരു എളിയ സംരംഭമായാണ് MES രൂപം കൊടുത്തത്. കോഴിക്കോടിന്റെ മണ്ണിൽ ആരംഭിച്ച ആ ചെറിയ കൂട്ടായ്മ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ അശ്രാന്ത പരിശ്രമത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും വഴികളിലൂടെ ആർജിച്ചെടുത്ത ഊർജവും സംഘടനാശേഷിയും MES എന്ന പ്രസ്ഥാനത്തിന്റെ കരുത്തായി മാറുകയാണ്. കനൽ വഴികൾ താണ്ടിയുള്ള അതിന്റെ പ്രയാണത്തിന്റെ ഉജ്ജ്വല സ്മരണയിൽ 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് 2015 ജനുവരി 22, 23, 24, 25 തീയതികളിൽ കോഴിക്കോട് പട്ടണത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറുകയുണ്ടായി. ജനുവരി 22 രാവിലെ 10:30 MESന്റെ സ്ഥാപക പ്രസിഡന്റായ ഡോക്ടർ അബ്ദുൽ ഗഫൂറിന്റെ പത്നിയുടെ നാമധേയത്തിൽ ഗോവിന്ദപുരത്തൊരുക്കിയ ഫാത്തിമ ഗഫൂർ നഗറിലാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ 4 ദിവസം നീണ്ടുനിന്ന സമ്മേളനങ്ങൾക്ക് കൊടിയുയർന്നത്. MES പ്രസിഡന്റ് ഡോക്ടർ P.A. ഫസൽ ഗഫൂർ ഉയർത്തിയ MES പതാക തുടർന്നുള്ള 4 ദിനങ്ങളിൽ സമ്മേളനത്തിന്റെ ചൂടും ചൂരും വാനിലുയർത്താൻ വെമ്പൽ കൊണ്ടു. പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷി നിർത്തി സാമൂഹ്യ സേവന രംഗത്ത് ഉന്നത പദവികൾ വഹിക്കുന്ന വനിതാ പ്രമുഖർ വേദി അലങ്കരിച്ച വനിതാ സംഗമമായിരുന്നു സമ്മേളനത്തിന്റെ തുടക്കം ഉജ്ജ്വലമാക്കിയത്. Friends, 50 years is a long life, a foundational life in the years of institution building. And I, with the bottom of my heart, would like to congratulate the visionaries at MES for carrying this vision forward. വനിതാ സംഗമത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഗുജറാത്ത് കലാപത്തോടനുബന്ധിച്ച് അവിടെ നടന്ന നരഹത്യയ്ക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തുകയും വനിതകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിന് തീക്ഷ്ണമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്ത ശ്രീമതി ടീസ്റ്റ സെറ്റൽവാദിന്റെ ആവേശോജ്വലമായ പ്രസംഗമായിരുന്നു. 50 വർഷമെന്നത് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരാനും ഉയരാനുമുള്ള ഒരു നീണ്ട കാലഘട്ടമാണ്. ഗുജറാത്ത് കലാപഭൂമിയിൽ പ്രവർത്തിച്ചപ്പോഴും സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുമ്പോഴും സ്വാതന്ത്ര്യം നേടി 68 വർഷങ്ങൾ കഴിഞ്ഞിട്ടും വനിതകളുടെ സുരക്ഷയുടെ കാര്യത്തിൽ നാം ഏറെ പിന്നിലാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതായി ടീസ്റ്റ അഭിപ്രായപ്പെട്ടു. കോടതിയും നിയമങ്ങളും ഇനിയും എത്രമാത്രം പരിഷ്കരിക്കപ്പെടേണ്ടതായിട്ടുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഗുജറാത്തിലെ സംഭവങ്ങളും അനുഭവങ്ങളുമെന്നും അവർ പറഞ്ഞു. I really congratulate the MES, the President Abdul Ghafoor and his team for having given much priority for this women's conference. ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായ ശ്രീമതി KC റോസക്കുട്ടി ടീച്ചറാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി ഡോക്ടർ ഫസൽ ഗഫൂറും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും നൽകുന്ന പ്രാധാന്യം ശ്ലാഘനീയമാണെന്ന് അവർ പറഞ്ഞു. സാധാരണ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഏറ്റവും ആദ്യം ഉദ്ഘാടനം ചെയ്യപ്പെട്ട കാര്യപരിപാടി വനിതാ സമ്മേളനമാണ് എന്നത് തന്നെ സന്തോഷിപ്പിക്കുന്നു. അത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്.
the program. 1964 ഡോക്ടർ അബ്ദുൽ ഗഫൂറിന്റെയും പത്നി ഫാത്തിമ ഗഫൂറിന്റെയും നേതൃത്വത്തിൽ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിന്നിരുന്ന സമൂഹത്തിനു വേണ്ടി ഇങ്ങനെയൊരു സംഘടനയ്ക്ക് രൂപം നൽകുന്നതും അതിന്റെ പ്രവർത്തനങ്ങളിൽ അവർ സജീവമാകുന്നതുമൊക്കെ അക്കാലത്ത് പ്രോവിഡൻസ് കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന തന്റെ ഓർമ്മകളിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നുണ്ടെന്നും ടീച്ചർ പറഞ്ഞു. ഒരു സ്ത്രീയുടെ പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവളുടെ ചുമതല സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ചെയർപേഴ്സണും MES വനിതാ വിഭാഗത്തിന്റെ മുൻ ചെയർപേഴ്സണുമായ ശ്രീമതി ഖമറുന്നീസ അൻവർ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സ്ത്രീ പീഡനം കൂടുന്നതിന് പ്രധാന കാരണം നാം മതത്തെ അവഗണിക്കുന്നതുകൊണ്ടാണെന്ന് അഭിപ്രായപ്പെട്ടു. സ്ത്രീകൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസവും അനിവാര്യമാണെന്നും അവർ പറഞ്ഞു. സ്ത്രീകൾക്ക് സാധിക്കണം. The women in Kerala are a role model for the rest of the country. തുടർന്ന് പ്രസംഗിച്ച ശ്രീമതി ഫ്ലേവിയ ആഗ്നസ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീധന സംബന്ധമായ മരണങ്ങൾ, ബലാത്സംഗ കേസുകൾ, സ്ത്രീ ആത്മഹത്യകൾ എന്നിവയുടെ ഉയരുന്ന ഗ്രാഫിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. വർഗീയ കലാപങ്ങൾ എല്ലായ്പ്പോഴും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും നേരെയുള്ള ആക്രമണത്തിൽ ചെന്നാണ് അവസാനിക്കുക. കലാപങ്ങളോ വർഗീയ സംഘർഷങ്ങളോ ഇല്ലാതെ തന്നെ നിത്യജീവിതത്തിൽ പോലും ഇവർക്കെതിരെയുള്ള പീഡനങ്ങളും ചൂഷണങ്ങളും വർദ്ധിച്ചു വരികയാണെന്നും ശ്രീമതി ആഗ്നസ് ചൂണ്ടിക്കാട്ടി. The Dalits, the Adivasis, the minorities, to some extent even the other backward classes, OBCs, but women across all these disadvantaged sections. ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരിയായ ശ്രീമതി മേധ പട്കറായിരുന്നു അടുത്തതായി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്. പുരുഷന്മാരെക്കാൾ കൂടുതൽ ദയയും സഹാനുഭൂതിയും സ്ത്രീകൾക്കുള്ളതിനാൽ രാഷ്ട്രത്തിന് സ്ത്രീകളുടെ സേവനമാണ് കൂടുതൽ ആവശ്യമെന്ന് ശ്രീമതി മേധ പറഞ്ഞു. സമൂഹത്തിലെ ദളിത് വിഭാഗങ്ങൾ, ആദിവാസികൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവയിലെ സ്ത്രീകളാണ് ഏറ്റവുമധികം പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കും ഇരയാവുന്നത്. കലാപങ്ങളും അതിക്രമങ്ങളും പലവിധത്തിൽ വരാം. ഇവയെല്ലാം ആരംഭിക്കുന്നത് ആണും പെണ്ണും അഥവാ ഉള്ളവനും ഇല്ലാത്തവനും എന്ന ചേരിതിരിവിൽ നിന്നാണ്. ഇത്തരം ചേരിതിരിവിനെതിരെ പ്രവർത്തിച്ചവരാണ് ഗാന്ധിജി, ഭഗത് സിംഗ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ. തീവ്രവാദം ഏതു മതത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നാലും അത് തടയപ്പെടണം. ഘർ വാപസി ഏറ്റവും അപകടകരമായ ഒരു വാക്കാണ്. പിന്നോക്ക വിഭാഗക്കാർക്ക് അത് തെറ്റായ സന്ദേശം നൽകുന്നു. ഇത്തരം പ്രവണതകളെയെല്ലാം ചെറുക്കുന്നതിനുള്ള പ്രാപ്തി MESനുണ്ട്. MESന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ ഊന്നിയാവട്ടെയെന്ന് മേധ പട്കർ ആശംസിച്ചു. No health of the people will be improved. Only our duty will be to only give the medicine who is unhealthy. കർണാടക ഗവൺമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ശ്രീ UT ഖാദർ തന്റെ പ്രസംഗത്തിൽ ആരോഗ്യമേഖലയിൽ MES നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചു. ആരോഗ്യമുള്ള കുടുംബത്തിലാണ് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാവുകയെന്നും അതുകൊണ്ടുതന്നെ ആരോഗ്യമുള്ള കുടുംബം കെട്ടിപ്പടുക്കുവാനാണ് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ശ്രീമതി ഉസ്മാ നഹീദ തന്റെ അവാർഡ് സ്വീകരണ പ്രസംഗത്തിൽ ഇസ്ലാമിൽ സ്ത്രീകളുടെ പങ്കും അവകാശങ്ങളും എന്ന വിഷയത്തിലൂന്നിയാണ് സംസാരിച്ചത്. സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ഖുറാനിൽ തന്നെ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് MES പേരും പെരുമയും നേടിയെടുക്കണമെന്നും ശ്രീമതി ഉസ്മാ നഹീദ ആശംസിച്ചു. സ്ത്രീകളുടെ പ്രശ്നത്തിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് മുഴുവൻ പുരുഷന്മാരാണ്. അവരെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതും പുരുഷന്മാരാണ്. അത് ശരിയല്ല എന്നുകൂടെ ഉസ്മ പറഞ്ഞതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒറ്റ വ്യക്തി സംഘടിപ്പിച്ച ഒരു കോൺഫറൻസാണ്, അതായത് പ്രൊഫസർ അമീറ. അവരാണ് നേരിട്ട് എല്ലാവരെയും കോൺടാക്ട് ചെയ്ത്, മേധയെ കോൺടാക്ട് ചെയ്തു. ഡോക്ടർ അദീല അബ്ദുള്ള IAS സ്ത്രീകൾ നിത്യജീവിതത്തിൽ നേരിടുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചും മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ സച്ചാർ കമ്മിറ്റിയുടെ കണ്ടെത്തലിനെക്കുറിച്ചും തന്റെ പ്രസംഗത്തിൽ വിശദീകരിക്കുകയുണ്ടായി. വസ്ത്രധാരണത്തെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതകൾക്കും തലാക്കിനുമൊക്കെ അപ്പുറത്ത് ആത്മവിശ്വാസമുള്ള കുട്ടികളായി പെൺമക്കളെ വളർത്തുന്നതിലാവണം നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും ഡോക്ടർ അദീല അഭിപ്രായപ്പെട്ടു.
ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രൊഫസർ POJ ലബ്ബ MESന്റെ സ്ഥാപക ഘട്ടത്തിൽ ഡോക്ടർ അബ്ദുൽ ഗഫൂറിന്റെ സന്തത സഹചാരികളായി പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകരുടെ സേവനത്തെ പ്രകീർത്തിച്ചു. പാവപ്പെട്ടവന് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തിനകത്തും പുറത്തും MES നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചുരുക്കി വിവരിച്ചു. സൗദി അറേബ്യയിലെ ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്കിലെ ഒരു സംഘം മേധാവികൾ ഡയറക്ടർ ജാഫർ ജാവിദിന്റെ നേതൃത്വത്തിൽ വേദിയിൽ സന്നിഹിതരായിരുന്നു. Faculty, non-teaching and other staff, schools, all the staff for their help in making this organization a great one. സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ GN ക്വാസി ജീവനക്കാരുടെ ഇത്രയും വലിയൊരു സംഗമത്തെ അഭിസംബോധന ചെയ്യാൻ നിയുക്തനായതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. വിദ്യാഭ്യാസം എന്ന സംരംഭത്തിൽ മുഖ്യ ഘടകം വിദ്യാർത്ഥിയും രണ്ടാമതായി വരുന്നത് അധ്യാപകരുമാണ്. ബാക്കി എല്ലാവരുടെയും സ്ഥാനം അതിനുശേഷമാണ്. ഇന്ത്യയുടെ ഈ തെക്കുഭാഗത്ത് വിദ്യാഭ്യാസം എത്രമാത്രം ഗൗരവതരമായാണ് ജനങ്ങൾ വീക്ഷിക്കുന്നത് എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസം എന്നത് എന്തെന്ന് നിർവചിക്കാൻ പോലും പാടുപെടുന്ന ഒരു ജനതയുടെ മധ്യത്തിൽ നിന്ന് വരുന്ന തനിക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. കുരുന്നു മനസ്സുകളെ അറിവിന്റെ വെളിച്ചത്തിലൂടെ ഉദ്ദീപിപ്പിച്ച് അവരുടെ വികാരങ്ങളെയും അറിവിനെയും സ്വയം പ്രകാശിപ്പിക്കുവാനുള്ള അവസരമൊരുക്കലാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം, ഡോക്ടർ ക്വാസി അഭിപ്രായപ്പെട്ടു. തുടർന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AICC ജനറൽ സെക്രട്ടറി ശ്രീ ദിഗ്വിജയ് സിംഗ് MES വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു ജിഹാദ് ആവേശത്തോടെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് പ്രകീർത്തിച്ചു. In education, jihad word has been grossly misunderstood. To me, the jihad means passion for education, passion for commitment of a job. ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശമാണുള്ളത്. ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടാണ്. ഒരു നദിയുടെ മറുകരയിൽ താമസിക്കുന്നവരെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേർഷ്യൻ വാക്കാണ് ഹിന്ദു എന്നത്. ഹിന്ദുത്വമാകട്ടെ ഒരു മതത്തിന്റെ മാത്രം സാംസ്കാരിക പ്രതിഫലനവും. ഇത് വ്യാഖ്യാനിച്ച് BJP ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അവർ ഗാന്ധിജിയെയും പട്ടേലിനെയും വിവേകാനന്ദനെയും സ്വയം ദത്തെടുത്തിരിക്കുകയാണ്. വിവേകാനന്ദൻ പറഞ്ഞത് ജനങ്ങൾക്ക് അവർക്കിഷ്ടപ്പെട്ട മതം തിരഞ്ഞെടുക്കാനും ആചരിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. ഒരു ഹിന്ദു ഒരു നല്ല ഹിന്ദു ആകണമെന്നും മുസ്ലിം നല്ല മുസ്ലിം ആകണമെന്നും ക്രിസ്ത്യാനി ഒരു നല്ല ക്രിസ്ത്യാനിയാകണമെന്നും വിവേകാനന്ദൻ ഉപദേശിച്ചു. എല്ലാ മതങ്ങളിലെയും മതമൗലികവാദികൾക്കെതിരെ സന്ധിയില്ലാ യുദ്ധത്തിന് നാം തയ്യാറാകണമെന്ന് ശ്രീ ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയേക്കാൾ കൂടുതൽ അപകടകരമാണെന്ന നെഹ്റുവിന്റെ വീക്ഷണവും ഈ അവസരത്തിൽ നാം ഓർമ്മിക്കേണ്ടതാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. റായ്ഗഞ്ച് മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗവും CPIM നേതാവുമായ ശ്രീ മുഹമ്മദ് സലീം MESന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. കേന്ദ്ര സർക്കാർ ഹിന്ദു വർഗീയത സമസ്ത മേഖലകളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംഘപരിവാർ പട്ടാളമുറകളിലൂടെ മൃദു ഹിന്ദുവിനെ തീവ്ര ഹിന്ദുവാക്കി മാറ്റുകയാണെന്നും ശ്രീ മുഹമ്മദ് സലീം പറഞ്ഞു. ജനുവരി 24 ശനിയാഴ്ച നടന്ന ഏറ്റവും ശ്രദ്ധേയമായ പരിപാടി വിദ്യാഭ്യാസവും ശാക്തീകരണവും എന്ന ചർച്ചയായിരുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി MES നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളെയും കഴിഞ്ഞ അരനൂറ്റാണ്ടിൽ അത് സാമൂഹ്യരംഗത്ത് കൊണ്ടുവന്ന നേട്ടങ്ങളെയും പ്രശംസിച്ചു. വരും നാളുകളിൽ സേവനരംഗത്ത് MES ഇന്നത്തേതിനേക്കാൾ അധിക പ്രഭയോടെ തിളങ്ങട്ടെയെന്ന് അദ്ദേഹം ആശംസിക്കുകയും ചെയ്തു. സംശയവുമില്ല. MES 50 കൊല്ലം പൂർത്തിയാക്കുമ്പോൾ, ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ 50 വർഷത്തെ നേട്ടം ഒരു സംഘടനയുടെ മാത്രം നേട്ടമല്ല, ഒരു വിഭാഗത്തിൻ്റെ മാത്രം നേട്ടമല്ല, ഈ നാടിൻ്റെയും ഈ സമൂഹത്തിൻ്റെയും നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്.
വായനയെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കാത്തതാണ് പല സാമൂഹ്യ തിന്മകൾക്കും കാരണമെന്ന് ചടങ്ങിൽ സംസാരിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞു. പത്രമാണ് ഈ മഹാസംഗമമെന്ന് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയായ ശ്രീമതി സുനിത കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയില്ലാത്ത ഒരു രാജ്യത്ത് പ്രതികരിക്കാനാവശ്യമായ വഴികളെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടതെന്നും അവർ കൂട്ടിച്ചേർത്തു. സ്ത്രീകൾക്കും കുട്ടികൾക്ക് സുരക്ഷയില്ലെങ്കിൽ നമ്മുടെ നാട് നന്നാവില്ല. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമുക്ക് പേര് കിട്ടില്ല. വി വിൽ ബി കോൾഡ് ദ ഡെമൻസ് ലാൻഡ്. ശ്രീ എം കെ രാഘവൻ എം പി തന്റെ ലഘുപ്രസംഗത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മഹത്തായ പാരമ്പര്യവും പൈതൃകവും കൈമുതലായുള്ള MESന്റെ പ്രവർത്തനങ്ങളെയും അതിന്റെ സാരഥികളെയും അനുമോദിച്ചു. ഓവർസീസ് കമ്മിറ്റി ചെയർമാൻ ജനാബ് എം കെ ഇബ്രാഹിം സാഹിബ് ഒരു കാലത്ത് ന്യൂനപക്ഷ സമുദായം തങ്ങൾക്ക് ഭരണഘടന അനുവദിച്ചു നൽകിയ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നെട്ടോട്ടമോടിയിരുന്ന അവസ്ഥയിൽ നിന്നും ഏറെ മാറാൻ കഴിഞ്ഞതിൽ MESന്റെ സംഭാവന അതുല്യമാണെന്ന് പറഞ്ഞു. ഗവൺമെൻറ് ഓഫീസുകളിലും പ്രൊഫഷണൽ കോളേജുകളുടെ വരാന്തകളിലും മുസ്ലിം കുട്ടികൾ നടന്നിരുന്ന കാലഘട്ടം അത് കഴിഞ്ഞ് നാം ഇന്ന് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ ഭാവി ഇരുൾ മൂടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പരിവർത്തന മുന്നേറ്റമുണ്ടാക്കിയതാണ് MESന്റെ നേട്ടമെന്ന് കേരള വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഭാവിയിലും ഈ മേഖലയിൽ MES ഒരു നിർണായക സാന്നിധ്യമായി തുടരട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ ജനാബ് ടി പി അബ്ദുള്ളക്കോയ മദനി തന്റെ പ്രസംഗത്തിൽ ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാഹിബ് MES ആരംഭിച്ച കാലത്തേക്ക് ഒരു തിരിഞ്ഞുനോട്ടത്തിനാണ് ഊന്നൽ നൽകിയത്. പ്രസ്ഥാനത്തിന്റെ ശൈശവകാലത്ത് താങ്ങും തണലുമായി നിലകൊണ്ട വ്യക്തിത്വങ്ങളെ അദ്ദേഹം അനുസ്മരിച്ചു. അവർ പ്രകാശിപ്പിച്ച ദീർഘവീക്ഷണം, കാഴ്ചപ്പാട് എന്നിവ ഈ 50 കൊല്ലവും MES തുടരുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സജീവമായി രംഗത്ത് വരികയുണ്ടായി. ആളുകളിലേക്ക് ഒരു ആശയം എത്തിക്കുകയും ആളുകൾ സ്വയം സന്നദ്ധരായി മുന്നോട്ട് ജനാബ് ഹുസൈൻ മടവൂർ മുസ്ലിം ഐക്യസംഘം എങ്ങനെ ആദ്യകാലത്ത് മുസ്ലിം പുരോഗതിക്ക് ശ്രമിച്ചു എന്ന് വിശദീകരിച്ചു. MESന് മുമ്പ് ഈ കാലഘട്ടത്തിലാണ് ഫാറൂഖ് കോളേജ്, അരീക്കോട് കോളേജ് എന്നിവ രൂപം കൊണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. വലിയ മാറ്റമുണ്ടായി. തുടർന്ന് പ്രസംഗിച്ച ജനാബ് ഷെയ്ഖ് സാഹിബ് MESന്റെ സ്കോളർഷിപ്പിലൂടെ പഠിച്ചുവന്നയാളാണ് താനെന്ന് അഭിമാനപൂർവ്വം അനുസ്മരിച്ചു. ഈ രംഗത്തുണ്ടാകുന്ന അത്ര ആശാവഹമല്ലാത്ത ചില പ്രവണതകളെ പരാമർശിക്കാനും അദ്ദേഹം തയ്യാറായി. ഇന്ന് എല്ലാവർക്കും ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആകണം. എന്നാൽ MES മെഡിക്കൽ കോളേജിൽ MBBSന് പഠിക്കുന്നത് 80% സ്ത്രീകളാണ്. അതിൽ 40% മുസ്ലിങ്ങളാണ്. ഇവരിൽ നല്ലൊരു വിഭാഗം തുടർപഠനം നടത്താതെ വിവാഹം കഴിച്ച് വീട്ടമ്മമാരാകുന്നു. അങ്ങനെ ഈ ഡോക്ടർമാരുടെ സേവനം സമൂഹത്തിന് നഷ്ടമാകുന്നു. ജനുവരി 25 ഉച്ചകഴിഞ്ഞ് 2:30 സമ്മേളനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിച്ചു. 6 മണിയോടുകൂടി ഘോഷയാത്ര മുതലക്കുളം മൈതാനിയിലെത്തുമ്പോൾ അവിടം ജനസമുദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു. പ്രൊഫസർ POJ ലബ്ബ സ്വാഗതം ആശംസിച്ചു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എറണാകുളത്ത് വെച്ച് നടന്ന ഈ ഗോൾഡൻ ജൂബിലി ഡിക്ലറേഷൻ, അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത് ഡിക്ലറേഷൻ ഉദ്ഘാടനം ചെയ്തത്. അന്നു മുതൽ ഇന്ന് ഈ മീറ്റിംഗ് നടക്കുന്നത് വരെ ഉള്ള സംഭവ വികാസങ്ങളെപ്പറ്റി നിങ്ങൾ ആലോചിച്ചാൽ നമുക്കെപ്പോഴും അഭിമാനം കൊള്ളാവുന്ന ഒരു വർഷമാണ് നടന്നു പോയതെന്ന് മനസ്സിലാവും. This is a typical example of unity in diversity. സമാപന സമ്മേളനത്തിൽ ഡോക്ടർ ഫസൽ ഗഫൂർ അധ്യക്ഷനായിരുന്നു. To face the challenges which secularism is facing now, especially with the advent of the Bharatiya Janata Party government.
RJD നേതാവും ബീഹാർ അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവുമായ അബ്ദുൾ ബാരി സിദ്ദിഖാണ് മുഖ്യപ്രഭാഷണം നടത്തിയത്. MES കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ലെന്നും എല്ലാ സംസ്ഥാനങ്ങളിലും MES മോഡൽ പടർന്നു പന്തലിക്കണമെന്നും അബ്ദുൾ ബാരി സിദ്ദിഖ് ഉദ്ബോധിപ്പിച്ചു. यही वजह है कि देश के बहुत सारे पार्ट्स में उनके दाल गल गए, मगर केरल में उनका दाल नहीं गला. The teaching of our Rasulullah sallallahu alaihi wasallam, he told us, go to China, learn education, grab education. This is a country which is on the dreams of Azad, Nehru and Gandhi. They have built up this country brick by brick, but certain people have decided to destroy each and every part of. മതവാദികളും തീവ്രവാദികളും ശക്തി പ്രാപിക്കുന്ന ഈ കാലത്ത് ഗാന്ധിജിയെപ്പോലൊരാൾ രാജ്യ നേതൃത്വത്തിലേക്ക് എത്താൻ കാത്തിരിക്കുകയാണെന്ന് അഖിലേന്ത്യാ മജ്ലിസിന്റെ വൈസ് പ്രസിഡന്റും പാർലമെന്റ് അംഗവുമായ ജനാബ് മുഹമ്മദ് അദീബ് തന്റെ പ്രസംഗത്തിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. This is the condition of my community. The only solution left with us to give them education, with the education of love. മുസ്ലിം മൈനോറിറ്റി നമ്മുടെ നാടിൻ്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. ഇവിടെ ആർക്കും തുടർന്ന് സംസാരിച്ച CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്ന്യൻ രവീന്ദ്രൻ മുസ്ലിമുകളുടെ ദുരവസ്ഥ മാറ്റുന്നതിന് മുന്നിട്ടിറങ്ങിയ MES ഇന്ത്യയുടെ അഭിമാനമാണെന്ന് പറഞ്ഞു. ഏറ്റവും ശക്തിയുള്ള നമ്മുടെ അടിത്തറ ഇവിടെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ശ്രമിക്കുന്നത് എന്താ? രാജ്യത്തിലെ ജനവിഭാഗങ്ങളെ യോജിപ്പിച്ച് നിർത്താൻ വേണ്ടി പോരാടിയ രാഷ്ട്രപിതാവിനെ കൊണ്ടുപോയി നമ്മുടെ രാജ്യത്ത് വെടിവെച്ച് കൊന്നൊരു വിദ്വാന്റെ പേരാ നിങ്ങൾക്കറിയാം, നാഥുറാം വിനായക് ഗോഡ്സെ. ഇപ്പോൾ ചിലർക്ക് ഗോഡ്സെയാണ് ഗാന്ധിയേക്കാൾ വലുത്. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഈ 50 വർഷക്കാലത്തെ നിസ്വാർത്ഥ സേവനം കൊണ്ട് കൈവരിച്ച അഭൂതപൂർവമായ വളർച്ചയും തദ്വാര സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസപരവും സാമൂഹികപരവും സാംസ്കാരികപരവുമായ മുന്നേറ്റത്തിന് വഹിച്ച പങ്കും, കൂടാതെ മതമൈത്രിയുടെ സന്ദേശവാഹകരായി ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സാധാരണക്കാരും അവഗണിക്കപ്പെട്ടവരുമായ സാമാന്യ ജനതയുടെ ഉന്നമനത്തിനും ഉത്കർഷത്തിനുമായി അനവരതം സേവനം ചെയ്യുന്ന ഒരു പുത്തനുണർവിന്റെ പ്രതിബിംബമാണ് MES എന്ന യാഥാർത്ഥ്യവും. എന്നാൽ ഇതൊരു തുടക്കമേ ആയിട്ടുള്ളൂ. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന വിശ്വമഹാകവി പാടിയതുപോലെ, ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. പുതിയ പുതിയ മേഖലകളിൽ സമൂഹത്തിനു വേണ്ടി തുടർന്നും സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒരു പുതുവെളിച്ചം പകർന്നു മുന്നേറുവാൻ ഇതാ MES സുസജ്ജമായിരിക്കുന്നു. തോളോട് തോൾ ചേർന്ന് ഈ ലക്ഷ്യപ്രാപ്തിക്കായി വിജയം വരെ മുന്നേറുവാൻ ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ നിന്ന് കരുത്തും ആർജവവും നേടിക്കൊണ്ട് MES പ്രതിജ്ഞാബദ്ധരായിരിക്കുന്നു. ഈ സുവർണ ജൂബിലി ആഘോഷം ഒരു വൻ വിജയമാക്കുവാൻ അഹോരാത്രം പ്രവർത്തിച്ച എല്ലാ MES പ്രവർത്തകരെയും ജീവനക്കാരെയും സന്നിഗ്ധ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾക്ക് സഹായവും തുണയുമായി കൂടെ പത്മശ്രീ MA യൂസഫ് അലി സാഹിബിനെയും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. കൂടാതെ MES പ്രസ്ഥാനത്തിനായി സർവ്വതും ത്യജിച്ച ഞങ്ങളുടെ മൺമറഞ്ഞ സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ PK അബ്ദുൽ ഗഫൂറിന്റെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും പാവന സ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങൾ എളിമയോടെ ആദരപൂർവ്വം പ്രണാമമർപ്പിക്കുന്നു.